ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളീ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ യാക്കര ജംഗ്ഷനടുത്തുള്ള ഒരു പ്രദേശമാണ്. സാധാരണ നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങളിലെ പോലെ തന്നെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. കാണാനൊരു ഭംഗിയും ഒന്നുമില്ലാതെ അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു. ചെറിയ പെട്ടിക്കടകളും ടാർപ്പായും ഷീറ്റും ചെറിയൊരു കുറച്ചു തട്ടുകടിയുമായിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഇത് പാലക്കാട് നിന്നും 3 ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് യാക്കര ജംഗ്ഷൻ. ഇവിടെ അടുത്തുള്ള ഈ പ്രദേശം ഒന്ന് സൗന്ദര്യവൽക്കരിക്കുകയാണെങ്കിൽ നല്ല മരങ്ങൾക്ക് നിശ്ചിത അകലത്തിൽ മരങ്ങൾ വെച്ച് ഉള്ള മരത്തെ വെട്ടി സൗന്ദര്യവൽക്കരിച്ച് വെട്ടി ഷേപ്പാക്കി കാട് പോലെ കിടക്കുന്ന അവസ്ഥ മാറ്റി നല്ല ഭംഗിയുള്ളതാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇവിടെ വന്ന് നേരം കളയാനും സമയം സ്പെൻഡ് ചെയ്യാനും അവരുടെ റിലാക്സേഷൻ മൂഡിനൊക്കെ നല്ലൊരു പ്ലേസ് മേക്കിംഗ് നല്ലൊരു സ്ഥലമായി ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളാണ് നമുക്കിന്ന് കേരളത്തിൽ ഓരോ നഗരത്തിനടുത്തും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു കൂട്ടം വീടിനടുത്തും അല്ലെങ്കിൽ ഒരു നഗരപ്രദേശങ്ങൾക്ക് അടുത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇനി നാം ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനുള്ള കാര്യങ്ങൾ മുന്നേ ചെയ്തു കഴിഞ്ഞു. ഓരോ പ്ലേസ് മേക്കിംഗ് അവരുടെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇതുപോലുള്ള സ്ഥലങ്ങളെ വൃത്തിയാക്കിയെടുത്ത് സൗന്ദര്യവൽക്കരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കുവാനും പിന്നെ വഴിയോര യാത്രക്കാർക്ക് ഒരു വിശ്രമ കേന്ദ്രമായും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു കളിക്കാനും സല്ലപിക്കാനും അവരുടെ ആശയങ്ങൾ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാവുന്ന ഒരു തുറസായ സ്ഥലം, ഒരു ഓപ്പൺ പ്ലേസ് ആണ് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വീടിനുള്ളിൽ നിന്നും ഇറങ്ങി പുറത്ത് ഇതുപോലുള്ള പ്രകൃതി സൗന്ദര്യമായ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന കുറെ പ്രദേശങ്ങളെ നമുക്കിന്ന് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. വഴിയോരം വൃത്തിയാക്കി മാലിന്യ വിമുക്തമാക്കി ഇവിടെ കാണുന്ന ഈ ചെറിയ കുടികൾക്ക് പൊളിച്ചു മാറ്റി അവർക്ക് വേറെ ഇടം നൽകി അവരെ അവിടെ താമസിപ്പിച്ച് ഈ സ്ഥലം നല്ല സൗന്ദര്യവൽക്കരിക്കുകയാണ് ഇനി വേണ്ടത്. ഇത് യാക്ക ജംഗ്ഷനിൽ നിന്നും ലുലു മാൾ ആലത്തൂരിലേക്ക് പോകുന്ന ഒരു പ്രധാന പാതയാണ്. വഴിയോരത്ത് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കൂടെ ഇവിടെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ ആവശ്യങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, പാർക്കുകൾ, ചെറിയ ഊഞ്ഞാൽ, അവരുടെ ആക്ടിവിറ്റീസിനുള്ള ചെറിയ ഉപകരണങ്ങളും കൂടെ ഇവിടെ സ്ഥാപിക്കണമെന്നും ഞാൻ വിചാരിക്കുന്നു. കൂടാതെ ചെറു ഗോപുരങ്ങൾ, മഴയത്ത് വന്നിരിക്കാനുള്ള മഴ നനയാതെ വന്ന് ഇരിക്കാനുള്ള ചെറു ഗോപുരങ്ങൾ, ചെറു വീടുകൾ എന്നിവയും കൂടെ ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഈ കാണുന്ന മരങ്ങൾ അത്യാവശ്യം നല്ല വളർന്ന വലുതായ മരം തന്നെയാണ്. ഇത് ചില മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട സമയം തന്നെയാണ്. ഇതുപോലുള്ള ഈ ഏട്ടൻ പ്ലാസ്റ്റിക് വിറ്റ് ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു. കാണാൻ നല്ല തണലുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ
സൗന്ദര്യവും സ്വീകാര്യതയും ഉണ്ടാവും. ഈ പൊതുസ്ഥലങ്ങൾ ഇങ്ങനെ കാട് പിടിച്ച് കിടത്താതെ വൃത്തിയാക്കിയെടുത്ത് എന്നും ദിവസവും പരിപാലിക്കുന്ന ഒരു രീതി, ചപ്പുചവറുകൾ ഉണ്ടാവുമ്പോൾ വൃത്തിയാക്കുകയും അവ മാലിന്യം മിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിനി കൊണ്ടുവരേണ്ടത്. വളരെ നല്ലൊരു പ്രദേശമാണിത്. സൗന്ദര്യവൽക്കരിക്കുകയാണെങ്കിൽ ഇവിടേക്ക് കൂടുതൽ ആളുകൾ വരാനും അതുവഴി ഈ നാട് കൂടുതൽ മെച്ചപ്പെടുവാനും ഇവിടെ കുറേയധികം കടകൾ രൂപപ്പെടുകയും ഉള്ള കടകൾ ഒന്നും കൂടി ബെറ്റർ ആവുകയും ചെയ്യും. അതുവഴി ആളുകൾക്ക് സാമ്പത്തികമായും പുരോഗതിയും ഐക്യവും കൈവരുമെന്ന് ഞാൻ കരുതുന്നു. വഴിയോര വിശ്രമ കേന്ദ്രം, അതിൻ്റെ കൂടെ ആവശ്യകത ഇതുപോലുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പച്ചപ്പുല്ല്, അതായത് പുൽത്തകിടി മാത്രം, അല്ലെങ്കിൽ റോഡരികത്ത് പുൽത്തകിടി അല്ലെങ്കിൽ ഇന്റർലോക്സ് വെച്ച് കട്ട, അങ്ങനെ ഓരോ സ്ഥലത്തെയും വാർത്തെടുക്കുകയാണ് ഇനി വേണ്ടത്, മാറ്റിയെടുക്കുകയാണ് ഇനി വേണ്ടത്. ഇതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഇപ്പുറത്തേക്കൂടെ മാറ്റി സ്ഥാപിച്ച് വേണം അത് ചെയ്യാൻ. ഇപ്പോൾ കാണാൻ കുറെ മരങ്ങളുണ്ട്, പക്ഷെ നല്ലൊരു സൗന്ദര്യവൽക്കരണത്തിന്റെ ഒരു കുറവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ കാണുന്ന വീടുകളൊക്കെ പൊളിച്ചു മാറ്റി അവർക്ക് വേറെ താമസയിടം നൽകുകയാണെങ്കിൽ തന്നെ ഏറ്റവും നന്നായി ഈ സ്ഥലം വിനിയോഗിക്കാൻ കഴിയും. ഈ സ്ഥലത്തിനടുത്താണ് പാലക്കാട് ജില്ലയിലെ ലുലു മാളും പിന്നെ പാല ഹോസ്പിറ്റൽ തന്നെയുണ്ട്. ഇതിനടുത്താണ് യാക്കരപ്പുഴ. അവിടെയും ഇതുപോലെ ഒരു വാട്ടർ ഫ്രണ്ട് ആയി ആ പാലത്തിന് താഴെ വാട്ടർ ഫ്രണ്ടോ റിവർ ഫ്രണ്ടോ ആയി രൂപപ്പെട്ടതുമെന്ന് ഞാനൊരു മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെ വീടുകളുടെ എണ്ണം വളരെ കുറവാണ്. അത്യാവശ്യം ചെറിയ വീതിയുള്ള കനാലാണ്. ആ കനാല് അതേവിടെ നിലനിർത്തി അതിന്റെ മുകളിൽ സ്ലാബ് ഇട്ട അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും ചെയ്ത് അതിന് മുകളിൽ ഇരിപ്പിടങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് പാർക്കിനുള്ള കാര്യങ്ങൾ അതിന് മുകളിൽ സജ്ജമാക്കണം. കാണാൻ തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആകേണ്ടത് ഒരു സ്ഥലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനിയും വൈകിട്ടില്ല. ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇനിയും കുറേ സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെത്തി സൗന്ദര്യവൽക്കരിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ഇനി വേണ്ടത്. കേരളം മറ്റ് കുറെ കാര്യങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷെ ഈ കാര്യങ്ങളിൽ മാത്രം വളരെ പിറകിലാണ് എന്ന് ഞാൻ കരുതുന്നു. ആർക്ക് സമയമില്ലാതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ സമയമുണ്ടാക്കിയെടുത്ത് ഇതിന് വേണ്ടി നമ്മുടെ സമയം വിനിയോഗിക്കണം. ദിവസവും രാവിലെ വൃത്തിയാക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെടണം. മാലിന്യമില്ലാത്ത ഒരു പ്ലേസ് മേക്കിംഗ്, ഒരു സ്ഥലങ്ങൾ ആയിരിക്കണം നമ്മൾ ഇനിയും മുൻകൂട്ടി കാണേണ്ടത്. അപ്പോൾ
ചപ്പുചവറുകൾ ജനങ്ങൾക്ക് ഇടാൻ തോന്നുകയില്ല. അതുവഴി ഓരോ പ്രദേശവും ഇതുപോലെ മനോഹരമാക്കിയെടുത്ത വഴി കൂടുതൽ മികച്ച സൗകര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്കായി പങ്കുവെക്കാനും ഒരുക്കാനും കഴിയും. താങ്ക് യു.